ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മൾ ഒരുപാട് പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ടല്ലേ? അതിലൊക്കെ സാധാരണ എങ്ങനെയാണ് ഒരു പ്രേതമുള്ള വീട്ടിലേക്ക് ഒരാൾ പോവുക, അല്ലെങ്കിൽ പ്രേതമുള്ള ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് പോവുക. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ദ്വീപ്. അവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസ് ആയിട്ടുള്ള പെൺകുട്ടികളെ നല്ല നടപ്പിന് വേണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന സ്കൂളാണത്. അങ്ങോട്ടേക്ക് പുതുതായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് വെറുതെ വന്നതായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നിങ്ങളോട് ഞാൻ പറയുന്ന പ്രേത സിനിമകളുണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സിനിമ. അതെന്താണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞാൽ അതിന്റെ ആ ഒരു ത്രില്ല് നഷ്ടമാകില്ലേ? കൂടുതൽ കാര്യങ്ങൾ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. അപ്പൊ നേരെ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റിസോർട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത തൃശ്ശൂരിലുള്ള ഒരു ഫാമിലി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സാന്ദ്രയും സാന്ദ്രയുടെ ഫാമിലിയും. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആ ഒരു ആംബിയൻസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ട്രെക്കിങ്ങും എല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹാപ്പി ആവും. അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മൾ കഥ ആരംഭിക്കുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ദ്വീപാണ്. ആ ദ്വീപിനരികിലേക്ക് ചെറിയൊരു ബോട്ട് വരുന്നുണ്ട്. ആ ബോട്ടിൽ നിരൻ എന്നൊരു പയ്യനും അവന്റെ കൂടെ ചന്ദ്ര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. ചന്ദ്രയെ കണ്ടാൽ അറിയാം, ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. വളരെ നിഷ്കളങ്കമായിട്ടുള്ള മുഖം. മാത്രമല്ല, ചന്ദ്ര എന്തോ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവളെ ഒന്ന് നന്നാക്കാനായിട്ട് ഗേൾസിനെ മാത്രം ട്രെയിൻ ചെയ്യുന്ന ഒരു സ്കൂളിലേക്കാണ് ഇപ്പൊ ചന്ദ്രയെ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, ചന്ദ്രയെ റിസീവ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് മറ്റൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ആളുടെ പേര് സായി എന്നാണ്. അങ്ങനെ സായി ഇപ്പോ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് നേരെ ആ സ്കൂളിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ചന്ദ്രയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, നിരൻ. ഈ നിരനും സായിയും തമ്മിൽ പ്രണയത്തിലാണ്. അപ്പൊ സായി നിരനോട് പറയുന്നുണ്ട്, അധികം വൈകാതെ തന്നെ എന്നെ ഇവിടുന്ന് റിലീസാക്കും, ഉറപ്പായിട്ട് നീ എന്നെ കൊണ്ടുപോകണേന്ന് പറയാണ്. അപ്പൊ നിരൻ പറയാണ്, കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കേണ്ട, അതിനുവേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. അങ്ങനെ ഇവര് നേരെ ആ ഒരു സ്കൂളിന്റെ അടുത്തേക്ക് നടന്നെത്തുകയാണ്. അപ്പൊ തന്നെ ഒരു വിസൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് മദർ. ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന, ഇവരെ നന്നാക്കാനായിട്ട് ഗവൺമെന്റ് ഏൽപ്പിച്ച ഒരു സ്ത്രീയാണ് മദർ. മദർ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. മദറിനെ കണ്ടപാട് തന്നെ എല്ലാ പെൺകുട്ടികളും ലൈനായിട്ട് പേടിച്ച് വിറച്ച് ഭയന്നുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അവരത്രയും സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ പുതുതായിട്ട് വന്ന ചന്ദ്രയോട് മദർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അറിയാലോ ഇവിടുത്തെ നിയമങ്ങളൊക്കെ, അത് ബാക്കിയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അതുപോലെ നിൽക്കുക. ഇനിയിപ്പോ നീ മുന്നോട്ടേക്ക് വന്നിട്ട് നീ ആരാണെന്ന് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ്. ചന്ദ്ര മുന്നോട്ടേക്ക് വന്നു അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാണ്. ഇതെല്ലാം കേട്ട് ബാക്കിയുള്ളവർ ചിരിക്കുമ്പോൾ മദറിന്റെ മുഖം ആകെ മാറുന്നുണ്ട്. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇവിടെ വെച്ച് എന്റെ മുന്നിൽ വെച്ച് ചിരിച്ചത്? എന്നെ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അനാവശ്യമായിട്ട് എന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. എന്തായാലും ചന്ദ്ര, ഇവിടുത്തെ നിയമങ്ങളെല്ലാം നിനക്ക് സായി പറഞ്ഞു തരും. അവളുടെ കൂടെ കുറച്ചു നേരം പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതേ നേരം ആകാശൊക്കെ ആകെ കൂടി ഒന്ന് ഇരുട്ട് മൂടി വരികയാണ്. നല്ല മഴക്കുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ചന്ദ്രയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന നിര നേരെ കടൽ തീരത്തേക്ക് ഓടിപ്പോവാണ്. കൂടെ തന്നെ സായും പോകുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് നിരൻ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു ചെറിയ ബോട്ട് ഉണ്ടല്ലോ, അത് ആ ഒരു തിരയുടെ ഓളത്തിൽപ്പെട്ട് കല്ലിൽ വന്ന് അടിച്ച് തകർന്നു പോയി. ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടി നിരന് മറ്റൊരു നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ സായും കൂട്ടി നേരെ വന്നിട്ട് മദറിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ബോട്ട് എനിക്ക് നഷ്ടമായി, മറ്റൊരു ബോട്ട് വരുന്നവരെ തൽക്കാലം ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മദർ പറയാണ്, ഇതൊരു ലേഡീസ് മാത്രം നിൽക്കുന്ന സ്ഥലമാണ്. നീ ആണെങ്കിൽ ഒരു ആൺകുട്ടി, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേറെ എവിടെയെങ്കിലും പോണോ? അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കണ്ട, തൽക്കാലം നീ ലൈറ്റ് ഹൗസിൽ പോയി നിന്നോ. നിരന് അതായാലും മതിയായിരുന്നു, തൽക്കാലം നിൽക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം. അവനിപ്പോ മദറിനോട് നന്ദി പറഞ്ഞ് അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ചന്ദ്ര നേരെ മദറിനെ കാണാൻ വേണ്ടി വരികയാണ്. അവളുടെ കുറെ ഫയൽസ് ഒക്കെ അവളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും മദർ നോൽക്കുന്നില്ല. ഇതിനു മുന്നേ നീ ആരായിരുന്നു, നീ എന്താ ചെയ്തത്, ഇതൊന്നും എനിക്ക് അറിയണ്ട. നിങ്ങൾക്ക് 17 വയസ്സ് പൂർത്തിയാവാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ നന്നാക്കും, നന്നാക്കിയിട്ടേ ഇവിടുന്ന് വിടുകയുള്ളൂ. അപ്പൊ മര്യാദക്ക് നടക്കാൻ നോക്കിക്കോന്ന് ഇപ്പൊ മദർ അവൾക്ക് വാണിംഗ് കൊടുക്കുകയാണ്. ഇതിനുശേഷം എല്ലാവരും കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചന്ദ്രയും കൂട്ടിയിട്ട് മറ്റൊരു പെൺകുട്ടി പോവാണ്. അവളുടെ പേര് നോച്ച്. അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മാലിയുണ്ട്. പിന്നീട് ചന്ദ്രയ്ക്ക് കിടക്കാനുള്ള ഒരു സ്ഥലം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബെഡ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഈ കൂറയും പഴുതാരൊക്കെ അതിന്റെ മുകളിലൂടെ പോകുന്നുണ്ട്. ഇത് കണ്ട് അറപ്പ് തോന്നിയ ചന്ദ്ര അങ്ങനെ നിൽക്കുന്ന സമയത്ത് നോച്ച് പറയാണ്, എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? മഹാറാണിക്ക് വേണമെങ്കിൽ പട്ടുമെത്തെ ഞങ്ങൾ വിരിച്ചു തരാം. അതായത് ഒരു കാര്യമില്ലാതെ അവളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ് ഇവര്. അങ്ങനെ രാത്രിയെ ചന്ദ്ര കിടക്കുന്ന സ്ഥലം എല്ലാം വൃത്തിയാക്കിയിട്ട് ഒരു വിധത്തിൽ അവിടെ കിടക്കുകയാണ്. എന്നാൽ അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് കരുതിയിട്ട് നേരെ ബാത്റൂമിന്റെ അവിടെ പോവാണ്. എന്നാൽ അവൾക്ക് ചുറ്റും ആരോ നടക്കുന്നത് പോലെ ഫീൽ ആവുന്നുണ്ട്. പെട്ടെന്ന് ബാത്റൂമിന്റെ വാതിലെല്ലാം കിടന്നിളകുന്നു. ബാത്റൂമിന്റെ കാര്യമാണെങ്കിൽ മഹാ അലമ്പ്, വൃത്തികേട് എന്ന് പറഞ്ഞ വൃത്തികേട്, എല്ലാം കൂടി ഒരു ഭീകരമായ അന്തരീക്ഷം. ചന്ദ്ര ആകെ പേടിച്ചു നിൽക്കുകയാണ്. ആ നേരത്ത് ഈ ബാത്റൂമിലെ വേസ്റ്റ് പെട്ടെന്ന് അവളുടെ തലയിലൂടെ വീഴുകയാണ്. ചന്ദ്ര ഞെട്ടിപ്പോയി. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് നോച്ചും അവരുടെ കൂട്ടുകാരികളും കൂടെ ഒപ്പിച്ച പണിയാണ്. മാത്രമല്ല ചന്ദ്രയുടെ തലയിലേക്ക് ആ വേസ്റ്റ് ഒഴിച്ചത് കുമോൺ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. കുമോണിനും നോച്ചിനും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ കുമോണ് ചോദിക്കുന്നുണ്ട്, അവള് പുതുതല്ലേ, എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അപ്പൊ നോച്ച് പറയാണ്, കുമോണെ
ഞാൻ പറയുന്നത് കേട്ട് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വലിയ അലമ്പില്ലാതെ നിനക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കേന്ന് പറയാണ്. എന്തായാലും ചന്ദ്ര ഒറ്റയ്ക്കാണ്, അവളുടെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള കമ്പിയിൽ തട്ടി അവളുടെ കൈ മുറിഞ്ഞു പോകുന്നുണ്ട്. ആ നേരം അവിടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന നിരൻ അത് കാണുന്നുണ്ട് കേട്ടോ. അവൻ വേഗം ഓടി വന്നിട്ട് അവന്റെ തുണിയുടെ ഒരു കഷ്ണം മുറിച്ച് അവളുടെ ആ ഒരു മുറിയിൽ കെട്ടിക്കൊടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, അകത്ത് പോയിട്ട് മരുന്ന് എന്തെങ്കിലും വെച്ചോന്ന് പറയണം. പിന്നെ നീ പേടിയൊന്നും വേണ്ട കേട്ടോ, ആര് നിന്നെ ഉപദ്രവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് നിരൻ പറയാണ്. അങ്ങനെ രാത്രി ചന്ദ്ര ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിലൂടെ പോയ സായി അവളുടെ കയ്യിൽ ആ ഒരു കെട്ട് കാണുകയാണ്. സായിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇത് നിരന്റെ ഷർട്ടിന്റെ ഭാഗമാണല്ലോ, ഇതെങ്ങനെ അവളുടെ കയ്യിൽ വന്നത്. അവൾക്കത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല, കാരണം സായി നിരമായിട്ട് ഇഷ്ടത്തിലാണല്ലോ. അങ്ങനെ രാത്രി ചന്ദ്ര നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. ആ നേരത്തൊരു കത്തിയുമായിട്ട് സായി അവളെ കുത്താൻ വേണ്ടി വരികയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളും എന്തോ കുറ്റം ചെയ്തതിന്റെ പേരിലാണ് അവരിവിടെ പായിട്ടുള്ളത്. സോ ഇതുപോലെ കത്തി കൊണ്ട് കുത്താൻ വരിക എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ കത്തി കൊണ്ട് കുത്താതെ സായി ഇപ്പോൾ ചന്ദ്രയുടെ കയ്യിലുള്ള ആ ഒരു കെട്ടഴിക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ സായിക്കൊരു തോന്നൽ, അവളുടെ പിന്നിൽ ആരുണ്ട്, അവളുടെ കൈകളൊക്കെ ആരും പിടിക്കുന്നത് പോലെ വല്ലാത്തൊരു തോന്നൽ. പേടി തോന്നിയത് കൊണ്ട് തന്നെ അവൾ ആ ഒരു വിളക്കുമായിട്ട് വേഗം അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പക്ഷെ പെട്ടെന്ന് വിളക്കിന്റെ ആ ഒരു തീ അണഞ്ഞു പോകുന്നുണ്ട്. വീണ്ടും കത്തിക്കുന്നുണ്ട്, വീണ്ടും അണഞ്ഞു പോവാണ്, വീണ്ടും കത്തിക്കുകയാണ്, വീണ്ടും അണഞ്ഞു പോവാണ്. സംതിങ് ഫിഷി ആയിട്ട് സായിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മാത്രമല്ല എന്തോ ഒരു ഷാഡോ രീതിയിലുള്ള ഒരു രൂപം പിന്നിൽ നിൽക്കുന്നത് പോലെയും അവൾക്ക് തോന്നുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ലാന്ന് മനസ്സിലാക്കിയ സായി നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ആരും അവളെ തള്ളി താഴേക്ക് ഇടുകയാണ്. ഉരുണ്ട് താഴേക്ക് ചെന്ന് വീണ സായിയുടെ തലയെല്ലാം എവിടെയോ അടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അബോധാവസ്ഥയിൽ മുകളിൽ നിന്നും ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് നടന്നു പോകുന്നത് സായി കണ്ടു കേട്ടോ. എന്നാൽ വ്യക്തമല്ല അത് ആരാണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചന്ദ്രയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചെറിയൊരു കത്തിയുമായിട്ട് നമ്മുടെ നോച്ച് വരുന്നുണ്ട്. നോച്ചും സായും നല്ല കൂട്ടുകാരികളാണ്. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. അപ്പൊ നോച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രയോട് പറയണ, സത്യം പറ, ഇന്നലെ രാത്രി സായിയെ മുകളിൽ നിന്നും തള്ളി താഴെയിട്ട് നീയല്ലേ? ചന്ദ്ര പറയണ, ഇല്ല ഞാനല്ല, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഇപ്പൊ ദേഷ്യം വന്ന ഈ നോച്ച് അവളെ കുത്താൻ നോക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്ര അവളുടെ കൈ പിടിക്കുന്നുണ്ട്. ആ പിടുത്തത്തില് കത്തി നോച്ചിന്റെ കയ്യിൽ തന്നെ തട്ടി മുറിയുന്നുണ്ട്. ഈ സമയത്ത് സായും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചന്ദ്ര സത്യം പറഞ്ഞോ, നീയല്ലേ ഇന്നലെ എന്നെ തള്ളിയിട്ടത്? അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് അവളെ പേടിപ്പിച്ച് ചോദിച്ചിട്ടും ചന്ദ്ര പറയുന്നത് ഇല്ല ഇല്ല ഞാനല്ലാന്നാണ്. ഇതായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന സായി പറയണ, ഇന്ന് ഉച്ചയ്ക്ക് ഒരുത്തനും തിന്നണ്ട, ഇതിന്റെ സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ, എനിക്കറിയണം എന്നെ ആരാണ് തള്ളി താഴെ ഇട്ടേന്ന്. അതായത് സായിയാണ് ഈ പെൺകുട്ടികളൊക്കെ നോക്കുന്നത് കേട്ടോ, അവരുടെ ലീഡറെ പോലെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ചന്ദ്രയുടെ കൂടെ ആരും കൂടുന്നില്ല. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മറ്റേ ആ ഒരു കുമോൺ വന്നിട്ട് ചന്ദ്രയോട് ക്ഷമ ചോദിക്കുകയാണ്. ഇന്നലെ നിന്റെ തലയിലേക്ക് ആ ഒരു വേസ്റ്റ് ഇട്ടത് എനിക്കിഷ്ടമുള്ളതുകൊണ്ടല്ല, അവർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഇവിടുത്തെ മെയിൻ ആൾക്കാർ ആ ഒരു നോച്ചും സായിയാണ്. അവർ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ എനിക്കും ഇതുപോലെ ഓരോന്ന് കിട്ടും, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഒന്നും തോന്നരുതേ. ചന്ദ്ര ഇപ്പൊ ആ കുഴപ്പമില്ല എന്ന രീതിയിൽ തലയാട്ടുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി ചന്ദ്ര ബാത്റൂമിൽ പോവാണ്. അവളുടെ വസ്ത്രങ്ങളെല്ലാം ഊരി. ഈ സമയത്ത് കൈയുടെ മുകളിൽ ഒരു വലിയ പാടുണ്ടായിരുന്നു. അതേ നേരം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നേ ചന്ദ്ര ഉണ്ടായിരുന്നത് ഒരു ഓർഫനേജിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുത്തേനേക്കാളും ക്രൂരമായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. നന്നായിട്ട് അവിടെയുള്ള പിള്ളേർ അവളെ ഉപദ്രവിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം ഗ്ലാസ് കൊണ്ട് കയ്യിൽ വരച്ചതാണ് ആ കാണുന്ന പാട്. പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് സായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വെറുതെ അവളിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ, നിരൻ ചന്ദ്രയുടെ കയ്യിൽ ആ തുണി കെട്ടിക്കൊടുത്തത് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതുപോലെ തന്നെ രാത്രി തള്ളി താഴെ ഇടും കൂടെ ചെയ്തല്ലോ. ഈ രണ്ട് കാര്യത്തിൽ നല്ല പകയുണ്ട്. അതുകൊണ്ട് തന്നെ സായി അങ്ങോട്ടേക്ക് വന്നിട്ട് നിനക്ക് ഇത്ര മുടി വേണ്ടാടി എന്ന് പറഞ്ഞിട്ട് ആ മുടി മുഴുവനായിട്ട് മുറിച്ച് കളയാണ്. എന്നാൽ തിരിച്ചൊന്നും പ്രതികരിക്കാതെ ഇതെല്ലാം കിട്ടിയതും മേടിച്ച് കീശയിലും വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര കേട്ടോ. അവളുടെ മുടിയെല്ലാം ഒരു ഭാഗത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സായി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് മുടി വാരാൻ നിൽക്കുകയാണ്. അങ്ങനെ മുടി വാരുന്ന സമയത്ത് അവരുടെ ചീപ്പില് നരച്ച മുടി കുടുങ്ങി വരികയാണ്. ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് സായിക്ക് മനസ്സിലാവുന്നില്ല. അതേ നേരം തന്നെ അവളുടെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ വീണ്ടും ഫീൽ ആവുന്നു. ആ രൂപം പിന്നീട് വന്നിട്ട് അവളുടെ തലയ്ക്ക് പിടിക്കുന്നതായിട്ടും അവൾക്ക് തോന്നുന്നുണ്ട്. വേറൊരു തോന്നലല്ലായിരുന്നു, അവളുടെ കഴുത്തിനൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പേടി കാരണം അവൾ നിലവിളിക്കുകയാണ്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എല്ലാവരും ഓടി വരികയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ പ്രേതം എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ കുമോൺ മാത്രം അവിടെ നിൽക്കുകയാണ്. കുമോൺ ചോദിക്കുകയാണ്, സായി നിനക്കും അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇത് കേട്ട സമയത്ത് സായിക്ക് എന്തോ ഒരു തോന്നല്, ഇവൾക്ക് എന്തൊക്കെയോ ചില കാര്യം അറിയാലോ. അങ്ങനെ സായും നോച്ചും പിന്നെ വേറൊരു പെണ്ണും കൂടെ ഈ കുമോണിനെ നേരെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് രണ്ട് പെട കൊടുക്കണം. സത്യം പറയടി, നിനക്ക് എന്തൊക്കെയാ അറിയുന്നത് മുഴുവൻ പറയാന്ന് പറയാണ്. ഇപ്പൊ ഭയം കൊണ്ട് തന്നെ കുമോൺ ആ ഒരു കാര്യം പറയാണ്. അതായത് വേറൊന്നുമല്ല, അന്ന് നോച്ച് പറഞ്ഞിട്ട് ചന്ദ്രയുടെ തലയിലേക്ക് ഞാൻ ബാത്റൂമിലെ വേസ്റ്റ് ഇട്ടായിരുന്നല്ലോ. അതിനുശേഷം ദാ എന്റെ ഷോൾഡറിൽ കണ്ടോ ഒരു പാട്, ആരോ മാന്തിയതാണ്. ഇപ്പൊ സായും നോച്ചും ചോദിക്കുകയാണ്, ഇതെന്താണ്, അവള് മാന്തിയതാണോ? ഇപ്പൊ കുമോൺ ചെറിയൊരു ഭയത്തിൽ പറയാണ്, അവളല്ല, അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. നിങ്ങൾക്ക് അവളുടെ നാട് ഏതാണെന്ന് അറിയോ? അവളുടെ നാട് എന്ന് പറഞ്ഞാൽ എന്റെയും നാട് അത് തന്നെയാണ്. ആ നാടിനൊരു കഥയുണ്ട്. അങ്ങ് വടക്ക് ഭാഗത്ത് കാളബന്ധാർ എന്ന് പറയും. അവിടുത്തെ ആൾക്കാർ ഒരു പഴയ രീതിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം ഒരുപാടുണ്ട്. അവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഭയം അതെന്താണെന്ന് വെച്ചാൽ ചുടലമ്മ. ചുടലമ്മയോ? അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്നെ കുമോൺ
കുമോൺ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കാളബന്ധാർ എന്ന് പറഞ്ഞ ആ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഒരമ്മയല്ല രണ്ടമ്മയുണ്ടാവും. ആ കാട്ടിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ആത്മാവാണ് ചുടലമ്മ. അത് വിചാരിക്കുന്നത് ആ നാട്ടിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും അതിൻ്റേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യാനും ചുടലമ്മ തയ്യാറാണ്. അത് മാത്രമല്ല ചില സമയത്ത് ചുടലമ്മ കുഞ്ഞിനെ എടുക്കുകയും കൂടെ ചെയ്യും. ഇത് തടയാനായിട്ട് കുഞ്ഞുങ്ങളെ ചുടലമ്മയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നാട്ടിൽ സ്ഥിരമായിട്ടൊരു ചടങ്ങ് നടക്കും. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രവും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയൊരു കളിമൺ കൊണ്ട് ഒരു ചെറിയ പാവയുണ്ടാക്കും. എന്നിട്ട് അതിന്റെ തലയും അതിന്റെ ഉടലും വേർപിരിക്കും. അതിന്റെ ആ ഉടല് ഈ കുഞ്ഞിന്റെ ദേഹത്ത് വെക്കും. കുഞ്ഞാണെന്ന് കരുതിയിട്ട് കുഞ്ഞിന്റെ ദേഹത്തിലെ ആ ഒരു ഉടല് ചുടലമ്മ കൊണ്ടുപോകും. പിന്നീട് ആ പാവയുടെ തലയുണ്ടല്ലോ അത് ആ കുട്ടിയുടെ കയ്യിൽ തന്നെ വെക്കണം. എങ്കിൽ മാത്രമേ ചുടലമ്മ പിന്നീട് ആ കുഞ്ഞിന്റെ അരികിലേക്ക് വരാതിരിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ചന്ദ്ര അവൾ ജനിച്ച സമയത്ത് അവൾക്ക് വേണ്ടി അങ്ങനെ ഒരു ചടങ്ങ് ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവളുടെ പിന്നാലെ എപ്പോഴും ചുടലമ്മ വരുന്നത്. അവൾക്ക് എന്ത് പറ്റിയാലും ചുടലമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ശല്യം ഉണ്ടാകുന്നത്. ഇത് കേട്ട സമയത്ത് സായി ചിരിക്കുകയാണ്. നിന്റെ ഈ പൊട്ടക്കഥ കേൾക്കാനേ ഞങ്ങളൊന്നും ബുദ്ധിയില്ലാത്ത കഴുതകളല്ല. ഇതെങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിറ്റേ ദിവസം രാവിലെ ചന്ദ്ര കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. ആ നേരത്ത് അവിടെ കുറെ കർട്ടൻസ് ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു നിഴല് കാണാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് ചന്ദ്ര ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. എന്നാൽ വേഗം തന്നെ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന സായി അവളുടെ കൂട്ടുകാരികൾ ആ ഒരു ഷാള് അത് ഉപയോഗിച്ച് ചന്ദ്രയെ ഒന്ന് പൊതിഞ്ഞ് അവളുടെ ദേഹത്തിട്ട് ചവിട്ടാൻ തുടങ്ങുകയാണ്. മാത്രമല്ല അന്ന് അവളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നല്ലോ, ആ മുറിവിൽ വരെ സായി ചവിട്ടി 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 പിടിച്ച് അതിന് ബ്ലഡ് വരുന്നുണ്ട്. പാവം നമ്മുടെ ചന്ദ്രയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. വേദന കൊണ്ട് അവള് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ സായി പറയണം, നിന്റെ മുറിയിൽ ചവിട്ടിയിട്ട് എന്റെ കാല് ചോരയായി, നിന്റെ മുഖത്ത് വെച്ച് തന്നെ ഞാനത് തുടച്ച് കളയടി. ഇതും പറഞ്ഞ് ചന്ദ്രയുടെ മുഖത്ത് തന്നെ ആ കാല് കൊണ്ട് അവളങ്ങനെ തുടച്ചെടുക്കുകയാണ്. അതായത് ആ ഒരു പാവം പെൺകുട്ടിയെ ഇനി ഉപദ്രവിക്കാത്തതായിട്ട് ഒന്നുമില്ല അവിടെ വെച്ച് ഒരു വിധം അവൾ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് സായി ഒരു വാണിയും, ഇത് അവസാനത്തതാണ്, ഇനി എങ്ങാനും നീ ഡബിൾ റോൾ കളിക്കാൻ വന്നാല് അറിയാലോ തന്നെ ഇതായിരിക്കില്ല ഇനി അടുത്തത്, തീർത്ത് കളയും ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയില്ല എന്ന് പറയാണ് പാവം ചന്ദ്ര. ഇതെല്ലാം കേട്ട് പേടിച്ച് ഭയന്ന് ആരോടും ഒന്നും പറയാതെ നേരെ പോകുന്നത് നിരന്റെ അടുത്തേക്കാണ്. നിരനോട് പറയാണ്, എനിക്കൊരു സഹായം ചെയ്യോ, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യോ. ഇപ്പൊ നിരൻ പറയാണ്, ചന്ദ്ര ഞാൻ വിചാരിച്ചാലും എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. കാരണം എന്റെ ബോട്ട് തകർന്നു പോയില്ലേ, മറ്റൊന്ന് വരാനാ ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം നീ ഇവിടുന്ന് പോ, നമ്മൾ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. ഇപ്പൊ ഒന്നും മിണ്ടാതെ ചന്ദ്ര തിരിച്ചു പോണ്. ആ നേരത്തെ നിരൻ വന്നിട്ട് ഒരു ഷാള് അവളുടെ ദേഹത്ത് ഇട്ട് കൊടുക്കുകയാണ്. തണുപ്പുണ്ടല്ലേ, കുഴപ്പമില്ല, ഇത് നീ പൊതിച്ചോന്ന് പറയാം. ഈ കാര്യം സായി കാണുകയാണ്. അത് അതുപോലെ തന്നെ ചെന്നിട്ട് മദറിനോട് പറയുന്നുണ്ട് കേട്ടോ. മദറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് അവസാന വാണിയാന്ന് പറയണം. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. ഇപ്പോ ആ ഒരു മദർ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ നേരത്ത് എല്ലാ കുട്ടികളും കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നും എന്തോ ഒരു ശബ്ദം. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. ഒരുമാതിരി ഒരു വൃത്തിയായിട്ട ശബ്ദമാണ്. പക്ഷെ എവിടെ നിന്നാണ് കറക്റ്റായിട്ട് അത് കേൾക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഓരോ തവണയും ഓരോ ഭാഗത്തുനിന്ന് ആരും ഇവിടെ ഉള്ളതുപോലെ മദറിന് മനസ്സിലായി. ഉള്ളിൽ നിന്നും ആ ഒരു ഭയം ഇപ്പൊ പതിയെ പുറത്തേക്ക് വരികയാണ്. അതുപോലെ ഈ വെള്ളത്തിൽ ചവിട്ടി നമ്മൾ നടക്കില്ലേ, ആ സമയത്ത് നിലത്തൊരു പാടുണ്ടാവില്ലേ, അതുപോലൊരു പാട് നിലത്തുണ്ടായി വരുന്നുണ്ട്. ഇത്രയും സ്ട്രോങ് ആയ ആ സ്ത്രീ വരെ ആ രാത്രിയിൽ ഒന്ന് ഭയന്നു പോവുകയാണ്. പതിയെ ആ നേരത്ത് അവരുടെ പിന്നിൽ വന്നിട്ട് ചുടലമ്മ ഒരു പിടുത്തം പിടിക്കുകയാണ്. അതിൽ ശരിക്കും അമ്മയുടെ കിളി പാറിയെന്ന് പറയാലോ. അവരിപ്പോ കിടന്ന് അവിടുന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട് നമ്മുടെ സായി ബാക്കിയുള്ള എല്ലാ പിള്ളേരും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അതായത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മദർ വരെ ഭയന്ന് വിറച്ച് കരയണമെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ട്. അതുപോലെ തന്നെ മദറിന്റെ ദേഹത്തും ഒരു പാട് വന്നിട്ടുണ്ട്. അതായത് കുമോൺ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇവർക്കൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയെ വെച്ചിട്ട് പതിയെ ചന്ദ്രയെ ഇവിടെ നിന്ന് പുറത്തേക്കാക്കുകയാണ്. അവള് പോയി എന്ന് ഉറപ്പായതിനു ശേഷം സായും അവളുടെ കൂട്ടുകാരികളും വന്നിട്ട് നമ്മുടെ ചന്ദ്രയുടെ ബാഗും എല്ലാം പരിശോധിക്കുകയാണ്. അതായത് കുമോൺ പറഞ്ഞതുപോലെ ആ മൺപാവയുണ്ടല്ലോ, അതിന്റെ തല അവളുടെ കയ്യിലുണ്ടെങ്കിൽ അവൾ ആ ഒരു ചടങ്ങ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു തല അവളുടെ ബാഗിൽ ഇല്ലെങ്കിൽ ആ ചടങ്ങ് അവൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചുടലമ്മ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ വേഗം തന്നെ ഇവർ പരിശോധിക്കുകയാണ്. അവളുടെ ബാഗിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയുടെ ഉള്ളിൽ ചെറിയൊരു ഡപ്പ ഉണ്ടായിരുന്നു. ആ ഡപ്പയുടെ ഉള്ളിൽ ഇവരത് കാണുകയാണ്. എന്നാൽ ഇവരെ ഞെട്ടിച്ചത് വെറും തല മാത്രമല്ല, ആ പാവയുടെ ഉടലും അവളുടെ കയ്യിലുണ്ട്. സാധാരണ ചടങ്ങിന്റെ അവസാനം പാവയുടെ ഉടൽ ഭാഗം ചുടലമ്മ കൊണ്ടുപോകാറാണല്ലോ പതിവ്. ഇതിപ്പോ അങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ വീണ്ടും അന്നേ ദിവസം കഴിയുകയാണ്. പിറ്റേ ദിവസം ആയ സമയത്ത് നമ്മുടെ ചന്ദ്ര അവിടെ എവിടെയും കാണാനില്ല. അവളെ തപ്പി കണ്ടുപിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇപ്പോ മദർ ഏൽപ്പിക്കുന്നത് സായിയും അവളുടെ ഒരു കൂട്ടുകാരിയാണ്. രണ്ടുപേരും കൂടെ അവിടെ മുഴുവനായിട്ട് മരിച്ചു പരിശോധിക്കുമ്പോൾ കാടിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ചന്ദ്രയെ കാണുകയാണ്. അപ്പൊ തന്നെ സായി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വല്ല പ്ലാനിങ്ങിലാണോ? ചന്ദ്ര വളരെ സൗമ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഏയ് അല്ല, ഞാൻ ഒന്ന് ഇച്ചിരി നേരം ഒറ്റയ്ക്കിരിക്കാന്ന് വെച്ച് വന്നതാണ്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോകുമെന്ന് ചോദിക്കുകയാണ്. ഇതേ നേരം തന്നെ സായി പറയണു, ഓഹോ നിനക്ക് അത്ര അഹങ്കാരം, മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചു വലിക്കുകയാണ്. ഇപ്പൊ അവരെ ഭയന്നുകൊണ്ട് തന്നെ ചന്ദ്ര പിന്നിലേക്ക് പതിയെ നടക്കുന്ന സമയത്ത് ഒരു പഴയ പൊട്ടക്കിണർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് അവള് വീഴുകയാണ്. എന്നാൽ അധികമൊന്നും വെള്ളം അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു വീഴ്ചയിൽ അവളുടെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഇതേ നേരം തന്നെ താഴെ കിടന്ന് വളരെ
വളരെ ദയനീയമായിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, സായി ഒന്ന് രക്ഷപ്പെടുത്ത്, എനിക്ക് വേദനിക്കുന്നു. ദയനീയമായിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് അവളെ നോക്കിയിട്ട് ചന്ദ്ര പറയുന്നുണ്ടെങ്കിലും ഒരു ദയയില്ലാതെ സായി പറയണ അവിടെ കിടന്ന് ചാവടി. ഇതും പറഞ്ഞ് സായി അവിടുന്ന് പോവാണ്. എന്നിട്ട് മദറിനോട് വന്നിട്ട് പറയണ, ഞങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ നോക്കി, അവൾ എവിടെയും കാണാനില്ല. ഇത് കേട്ട മദറിന് ദേഷ്യം വന്നിട്ട് മദർ പറയണ, സായി അതെങ്ങനെയാ നീ പറയാ, എല്ലാവരെയും നോക്കാനുള്ള ചുമതല ഞാൻ നിനക്കല്ലേ തന്നത്, അതുകൊണ്ട് അവളെ കണ്ടുപിടിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നത് സായി നിനക്കാണ്. ഇത് കേട്ടപ്പോ സായി ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാലും സത്യം അവള് പറയുന്നില്ല. ഇതിനു പകരം ബാക്കിയുള്ള പിള്ളേരെയും കൂട്ടിയിട്ട് എവിടെയാണോ ചന്ദ്ര വീണ് കിടക്കുന്നത് ആ ഭാഗമല്ലാതെ മറ്റൊരു ഭാഗത്തേക്ക് പോയി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം കുറേ ആയിട്ടുണ്ട്. ഇപ്പൊ രാത്രിയായപ്പോ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തപ്പോ കിണറ്റിന്റെ ഉള്ളിലേക്ക് വെള്ളം നിറയാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ചന്ദ്രയ്ക്ക് കാല് വേദന ആയതുകൊണ്ട് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. അവളിങ്ങനെ ഉറക്കനെ നിലവിളിച്ച് കരയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് വരുമോ, രക്ഷപ്പെടുത്തുവോ, ഇതിൽ വെള്ളം നിറയാനായി. എന്നാൽ അതൊന്നും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സായി വിചാരിച്ചാൽ ചന്ദ്രയെ രക്ഷപ്പെടുത്താൻ പറ്റും. അവളൊന്നും ചെയ്തില്ല കേട്ടോ. ഇതേ നേരം തന്നെ ചന്ദ്ര സ്വയം പറയാണ്, ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, എന്നെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല. ഇതേ നേരം വെള്ളത്തിനടിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാണ്, മോളെ നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തുന്നു പറയാണ്. ഇതേ നേരം തന്നെ മുകളിൽ നിരനും നമ്മുടെ ചന്ദ്രയെ തേടി നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മഴയത്ത് ഇരുട്ടത്തൂടെ ആരോ നടന്നു പോകുന്നത് നിരൻ കാണുകയാണ്. നോക്കുമ്പോൾ അത് ചന്ദ്രയായിരുന്നു. ചന്ദ്ര അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ തന്നെ നിരൻ പോവാണ്. അങ്ങനെ പോയി അവനിപ്പോ എത്തുന്നത് ആ ഒരു കിണറ്റിന്റെ അരികിലേക്കാണ്. ആ സമയത്ത് അവൻ കിണറ്റിൽ വീണ് കിടക്കുന്ന ചന്ദ്രയെ കാണുകയാണ്. അവൻ വേഗം അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അതായത് മദറും അതുപോലെ തന്നെ ബാക്കിയുള്ള പിള്ളേരും വിചാരിക്കുന്നത് ചന്ദ്ര ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ മദർ എല്ലാവരോടും പറയണ, കുഴപ്പമില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട, എന്തായാലും അവളെ നമ്മൾ തേടി കണ്ടുപിടിക്കും, അവൾക്ക് ആവശ്യമായിട്ടുള്ള പണിഷ്മെന്റും കൊടുക്കും. ഈ നേരത്താണ് അങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്തിയ ചന്ദ്രയുമായിട്ട് അങ്ങോട്ടേക്ക് നിരൻ വരുന്നത്. അവളെ കണ്ടപാട് തന്നെ സായും അവളുടെ കൂടെ ഈ പരിപാടി ചെയ്ത അവളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ഭയക്കാണ്. അപ്പൊ ആ ഒരു പെണ്ണ് വേഗം മുന്നിലേക്ക് കയറി ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി ഞങ്ങളെയൊക്കെ പറ്റിക്കാനായിട്ട് എവിടെ പോയി ഒളിച്ചിരിക്കുകയായിരുന്നടി, എത്ര നേരം ഞങ്ങൾ നിന്നെ നോക്കിയെന്നറിയാം നിനക്ക്. ഇപ്പൊ അവള് രൂക്ഷമായിട്ട് ചന്ദ്രൻ നോക്കുകയാണ്. ഓർമ്മയില്ല നിനക്കൊന്നും അല്ലേ, എന്നെ കിണറ്റിൽ തള്ളിയിട്ട് പോയിട്ട് നിനക്കൊന്നും ഓർമ്മയില്ല അല്ലേ, നീയും നിന്റെ ആ ഒരു കൂട്ടുകാരി സായും കൂടെ. ഇത് കേട്ടപാട് സായി ഓടി വന്ന് ചന്ദ്രയുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ്. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തിട്ട് അവസാനം ഞങ്ങളുടെ തലയിൽ ഇടാൻ നോക്കുക, നടക്കൂല മോളെ. വീണ്ടും അടിക്കാൻ നോക്കുമ്പോൾ നിരൻ ഇപ്പോ സായിയെ പിടിച്ചു മാറ്റുകയാണ്. ഇതേ നേരം മദർ പറയുന്നുണ്ട്, ആരും ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ആരാണ് യഥാർത്ഥ പ്രതിന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ എല്ലാവരും അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ചന്ദ്രയുടെ കൂടെ ആരുമില്ല, അവൾ ഒറ്റയ്ക്കാണ്. പക്ഷെ ഒരാൾ മാത്രം അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്, കുമോണിന് അറിയാം വെറുതെ ചന്ദ്രയെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി വരാൻ പോകുന്ന പണി അതെന്താണെന്ന്. ഇപ്പൊ ചന്ദ്രയുടെ മുറിവിലെല്ലാം മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് കുമോൺ. അതേ നേരം തന്നെ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്ര ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്തെ കാട്ടിലേക്ക് ഒരു മുയൽ പോകുന്നത് കണ്ട് അതിന്റെ പിന്നാലെ തന്നെ ചന്ദ്ര പോവുകയാണ്. ആ സമയത്ത് കാട്ടിൽ വെച്ച് ഒരു പാവയുടെ ഉടൽ ചന്ദ്രയ്ക്ക് കിട്ടുന്നുണ്ട്. അവളുടെ കയ്യിൽ ഇതുപോലെ ഒരു തലയുണ്ടായിരുന്നു. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ചന്ദ്രയ്ക്ക് വേണ്ടി അവളുടെ അച്ഛനും അമ്മയും ആ ഒരു ചടങ്ങ് ചെയ്തിട്ടുണ്ട്. അവളുടെ കയ്യിൽ ആ ഒരു തലയുണ്ട്. ആ തലയുണ്ടെങ്കിലേ അവളുടെ അടുത്തേക്ക് ചുടലമ്മ വരാതിരിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പൊ കാട്ടിൽ വെച്ച് നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു തലയുടെ ബാക്കി ഭാഗമാണ്. അവൾ അത് കയ്യിൽ കിട്ടിയ പാട് തന്നെ തലയോട് ആ ഒരു ഉടൽ ചേർത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഒരുമാതിരി ഒരു വൈബ്രേഷൻ ഫോം ആവുന്നുണ്ട്. ഇതേ നേരം കാട്ടിൽ മറഞ്ഞിരുന്ന ചുടലമ്മ പതിയെ ചന്ദ്രയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു അവ്യക്തമായ രൂപം മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇതേ നേരം മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. എവിടെ നിന്നോ വന്ന ഒരു സ്ത്രീ ഇപ്പോ ചന്ദ്രയെ കയറി പിടിക്കുകയാണ്. ആകെ പേടിച്ചു പോയ ചന്ദ്ര ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ നേരം ആ സ്ത്രീയുടെ ഹസ്ബൻഡ് വന്നിട്ട് ചന്ദ്രയുടെ വായ് പൊത്തിപ്പിടിക്കുകയാണ്. അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ഇവര്. മിണ്ടല്ലേ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും പിടിച്ചു വലിച്ചുകൊണ്ട് ഇവരെങ്ങോട്ടോ പോവുകയാണ്. ഇതേ നേരത്ത് ആ ആളുടെ കൂടെ വന്ന അയാളുടെ ഭാര്യ പെട്ടെന്ന് കാണാതാവുകയാണ്. ഇവളിതെവിടെ പോയി എന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്നും ആ ഭാര്യ താഴേക്ക് വീഴുന്നുണ്ട്. അവളുടെ കഴുത്തെല്ലാം തിരിഞ്ഞ് കൈയെല്ലാം ഒടിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. ചന്ദ്രയെ കാണാതായപ്പോ അവളുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, രണ്ടുപേരുടെ ശവശരീരം വളരെ ക്രൂരമായിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. അതിന്റെ നടുവിലായിട്ട് നമ്മുടെ ചന്ദ്ര ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട ചന്ദ്രയുടെ അച്ഛനും അമ്മയും ഞെട്ടി വിറച്ച് പോകുന്നുണ്ട് കേട്ടോ. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റിൽ തന്നെ കാണിക്കുകയാണ്. അതായത് ചന്ദ്രയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ചുടലയമ്മയുണ്ടല്ലോ, അതിന്റെ കളികൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് തന്നെ അത് നേരെ പോകുന്നത് സായിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ നോച്ച്, അവളുടെ അടുത്തേക്കാണ്. അവൾ നല്ല ഉറക്കായിരുന്നു രാത്രിയിൽ. എന്നാൽ പെട്ടെന്ന് അവളുടെ ശരീരം മുകളിലേക്ക് ഉയരുകയാണ്. ഏതോ ഒരു ശക്തി അവൾ എടുത്ത് വലിക്കുകയാണ്. കഴുത്തിൽ അതിന്റെ പിടുത്തം മുറുകുന്നുണ്ട്. അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പിറ്റേ ദിവസം എല്ലാവരും കാണുകയാണ്. കിണറിന്റെ അടുത്തായിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പിച്ചി ചീന്തപ്പെട്ട ഒരു മൃതദേഹം. മറ്റാരുമല്ല, അത് നോച്ചയുടെ ശരീരമായിരുന്നു. ഇന്നലെ രാത്രി നോച്ചയെ വളരെ ക്രൂരമായിട്ട് തന്നെ ചുടലമ്മ വന്ന് കൊന്നുകളഞ്ഞു. ഇതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതലായിട്ട് നോച്ചയുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള സായി. അവൾക്കത് കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഇവരുടെ മദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അവരുടെ മുഖത്ത് വലിയ എന്താ പറയാ ഒരു ഭയോ അൺഎക്സ്പെക്റ്റഡ് ആയി നടന്ന ഒരു കാര്യം പോലെ തോന്നുന്നില്ല. അവര് പറയാണ്, എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇവളുടെ ബോഡി ഒന്ന് ഡിസ്പോസ് ചെയ്തേക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സായിയുടെ അടുത്തേക്ക് കുമോർ വന്നിട്ട് പറയാണ്, ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് നിനക്കറിയാലോ ചുടലമ്മ, ആ യക്ഷി തന്നെയാണ് ഇതിന്റെ പിന്നില്. ഇതേ
നേരം തന്നെ ചന്ദ്ര അവിടെ വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് സായി ഓടി ചെന്ന് ചന്ദ്രയോട് പറയണ, സത്യം പറ, നീയല്ലേ ഇവളെ കൊന്നത്? പിന്നീട് ബാക്കിയുള്ളവരെ ഭയപ്പെടുത്താനായിട്ട് നീ വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കിയല്ലേ? ഇത് പറഞ്ഞിട്ട് സായി ചന്ദ്രയുടെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചന്ദ്ര പറയണ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടോ? എന്നാൽ എന്നെ ഒന്ന് അടിച്ചു നോക്ക് നീ. വളരെ സൗമ്യമായിട്ടാണ് ആ പറഞ്ഞതെങ്കിലും അതിലൊരു നല്ല ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു കേട്ടാ. അടിക്കാൻ നിന്ന സായിയുടെ കൈ അവിടെ തന്നെ നിന്നു പോവാണ്. അവൾക്കറിയാം ചന്ദ്രയെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഇതുപോലെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പിന്നീട് സായി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ പെൺപിള്ളേരും ചന്ദ്രയെ കണ്ട് ഭയന്ന് വിറച്ച് തലയും താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞു ഇപ്പൊ മധുർ ചന്ദ്രയും അതുപോലെ തന്നെ നിരനെയും വിളിക്കുകയാണ്. പിന്നീട് നിരനോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോ, അതിനുള്ള എന്താന്ന് വെച്ചാൽ നീ ചെയ്യുന്നു പറയണം. ഈ സമയത്ത് നമ്മുടെ സായി അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരികൾക്ക് ആരാണ് ഈ ചന്ദ്ര എന്ന് അറിയണമെന്ന് നല്ല താല്പര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു ഫയൽ കൊണ്ടുവന്നായിരുന്നല്ലോ, അതാരും കാണാതെ ഇവരെടുത്ത് നോക്കുകയാണ്. അതിലൊരു ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഇവരാകെ ഞെട്ടിപ്പോവാണ്. അതായത് ഇതിനു മുന്നേ ചന്ദ്ര ഉണ്ടായിരുന്നത് ഒരു ഓർഫനേജിലായിരുന്നു. എന്നാൽ ആ ഓർഫനേജിൽ ഉണ്ടായിരുന്ന 30 പിള്ളേരാണ് മരണപ്പെട്ടത്. അതിന്റെ കാരണക്കാരി ചന്ദ്രയാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ചന്ദ്ര അയച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇവരെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അത്രയും മൃതദേഹങ്ങളുണ്ടല്ലോ, അതിലൂടെ ചന്ദ്രയെ കൊണ്ടുപോകുന്ന സമയത്ത് അവളുടെ അരയുടെ ഭാഗത്തായിട്ട് ഒരു കറുത്ത കൈ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഈ പത്രക്കട്ടിങ്ങിൽ ഇവർ നേരിട്ട് കാണുകയാണ്. സോ ഇത് കണ്ടപാട് തന്നെ സായും അവളുടെ കൂട്ടുകാരും ആകെ ഭയന്ന് വിറച്ചു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ മദറിന്റെ റൂമിലാണ് ചന്ദ്ര ഉള്ളത്. ചന്ദ്രയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു മദർ പറയുന്ന സമയത്ത് ചന്ദ്ര പറയാണ്, മാഡം ഒരു കാര്യം അറിയോ, എന്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് എന്നെ ഒരു ഓർഫനേജിലാക്കി. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും, ഒരുപാട് ബന്ധങ്ങളുണ്ടാവും എന്നൊക്കെ കരുതി ഒരുപാട് ആശയോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ അവിടെ വെച്ച് ഞാൻ അനുഭവിച്ചത് എന്തൊക്കെയാണെന്നറിയോ? അവിടെ ഉണ്ടായിരുന്ന ഓരോ ദിവസവും എനിക്ക് നരകം പോലെയായിരുന്നു. ക്രൂരമായിട്ട് അവരെന്നെ ഉപദ്രവിച്ചു. അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതി. എന്നാൽ ഇവിടെയും യാതൊരു മാറ്റവും ഇല്ല. ഇത് മറ്റൊരു നരകമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു മദറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് കൈ ചൂണ്ടി പറയാണ്, ഇനി മേലാൽ ഇവിടെ വന്നിട്ട് നീ വായിട്ട് അലക്കാൻ നിന്നാല് മര്യാദക്ക് ഇവിടുന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. ഇനി അതല്ല മറ്റെന്തെങ്കിലുമാണ് നിന്റെ ഭാവമെങ്കിൽ. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ചന്ദ്ര വളരെ സൗമ്യമായിട്ട് അവരെ നോക്കിയൊരു ചിരിയാണ്. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്ക് എന്നായിരുന്നു അവളുടെ മുഖത്തിന്റെ ആ ഒരു ഭാവത്തിന്റെ ഉദ്ദേശം കേട്ടാ. ഇതേ നേരം തന്നെ ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് ടൗണിലുള്ള ആരെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ നിരൻ ഒരു പഴയ റേഡിയോ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് സായി പറയാണ്, നിരൻ നീ വിചാരിക്കുന്നത് പോലെയല്ല, ചന്ദ്ര ഡേഞ്ചർ ആണ്. അവളുടെ പിന്നിൽ വേറെയും ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇത് കേട്ട നിരൻ പറയാണ്, സായി നീ ഒരു സൈക്കോയാണ്, നീ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകും, അവളെ ഞാൻ രക്ഷപ്പെടുത്തും, നീ കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ വരണ്ടെന്ന് പറയണം. അതായത് സായി പറയുന്നതൊന്നും നിരൻ കേൾക്കുന്നില്ല. ഇവിടെ വെച്ച് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. സായി എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ട് അവളുടെ കൂടെയുള്ളവരോട് പെരുമാറുന്നതെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സായി ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് മദർ അവളെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, സ്വന്തം അച്ഛനും അമ്മയും നീ കൊല്ലാൻ നോക്കുകയല്ലേ? ഈ സമയത്ത് സായി എന്ന് പറഞ്ഞു, അവരെന്റെ അച്ഛനും അമ്മയും ഒന്നും ആയിരുന്നില്ല, അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വേണ്ടാത്ത പല കാര്യങ്ങൾക്കും അവരെന്നെ ഉപയോഗിച്ചു, എന്നെ വിൽക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാനും ചെയ്തതാ. ഇത് കേട്ടപ്പോൾ അന്ന് വാർഡൻ സായിയോട് ഒരു കാര്യം പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാ കുട്ടികളെയും എന്റെ അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് കൺട്രോൾ ചെയ്യാം. അവരെല്ലാം നിലക്ക് നിർത്തേണ്ടത് നിന്റെ ചുമതലയാണ്. നിന്റെ ജോലി നീ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാളൊന്നും നീ ഇവിടെ നിൽക്കേണ്ടി വരില്ല. അധികം വൈകാതെ നിന്നെ ഞാൻ പുറത്തേക്ക് എത്തിക്കാം. അന്ന് മദർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരോടും സായി ഈ രീതിയിൽ കുറച്ച് ക്രൂവലായിട്ട് പെരുമാറിയത്. അങ്ങനെ രാത്രിയായി സായി ഉറങ്ങാൻ കിടക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികൾ കൂടെ ഉണ്ടായിരുന്ന ആരെയും കാണാനില്ല. പിന്നീട് ആ വരാന്തയിലൂടെ ഇരുട്ടത്ത് നടക്കുന്ന സമയത്ത് ഇരുട്ടത്തായിട്ട് ഒരു പെൺകുട്ടി അവൾ പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വരികയാണ്. അവളുടെ തല അവൾ തന്നെ പിഴുതെടുത്ത് ഇവളുടെ കാലിന്റെ ചുവട്ടിലേക്ക് എറിയാം. ഭയന്ന് വിറച്ച സായി ആ റൂമിലേക്ക് തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഭയന്ന് വിറച്ച സായി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ലൈറ്റ് ഹൗസിലേക്ക്, നിരന്റെ അടുത്തേക്ക്. അവിടെ എത്തിയ സമയത്ത് നിരനെയും വളരെ ക്രൂരമായിട്ട് തന്നെ അവളുടെ മുന്നിൽ വെച്ച് ചുടലയമ്മ കൊന്നുകളയാണ്. എന്നാൽ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ അത് കണ്ട് സായി ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. അപ്പൊ സായി പറയാണ്, എനിക്ക് ഉറപ്പാ നമ്മളെല്ലാവരും അവൾ കൊന്നുകളയും. സായിയുടെ മുഖത്ത് ആ ഒരു മരണഭയം ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ നേരം തന്നെ മദർ ഇങ്ങോട്ടേക്ക് ചന്ദ്ര വന്ന സമയത്ത് അവളുടെ ഒരു ഫയലും വായിച്ചു നോക്കിയായിരുന്നില്ല. കാരണം അവരിനി എങ്ങനെയായാലും ശരി ഇവിടെ വന്നാൽ ഞാൻ മാറ്റും എന്നൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രയുടെ ഫയൽ വായിച്ചു നോക്കിയപ്പോഴാണ് ഈ മദറിനൊരു കാര്യം മനസ്സിലായത്. അതായത് ബാക്കിയുള്ള എല്ലാ പിള്ളേരെയും പോലെയുള്ള ഒരു കേസ് ഹിസ്റ്ററി അല്ല അവൾക്ക്. അവളുടെ പഴയ ലൈഫ് എന്ന് പറയുന്നത് കേസിൽ എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് വയലന്റ് ആണ്. അത്രയും ആൾക്കാരെ അവൾ കൊന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് വായിച്ച സമയത്ത് മദർ വിചാരിക്കുകയാണ്, ഇതുപോലെ ഒരു പെണ്ണിനെ എന്തിനാ വെറുതെ ജീവിക്കാൻ വിടുന്നത്? എനിക്കും തലവേദന, ബാക്കിയുള്ള പിള്ളേർക്കും തലവേദന. അതുകൊണ്ട് ആരും അറിയാതെ ഇന്ന് രാത്രി തന്നെ അവളെ തീർത്ത് കളയാം എന്ന് കരുതിയിട്ട് ഒരു കത്തിയുമായിട്ട് മദർ നേരെ പോകുന്നത് ചന്ദ്രയുടെ അടുത്തേക്കാണ്. ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രയുടെ ദേഹത്തേക്ക് പല തവണ കുത്തിക്കയറ്റി അവളെ കൊന്ന് അവൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് ഇവർ നേരെ അവരുടെ ഓഫീസിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കാണുന്നത്. കുറച്ചു നേരം മുന്നേ കുത്തിക്കൊന്ന ചന്ദ്ര ദാണ്ടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ഞെട്ടലോടെ ആ ഒരു തരിപ്പിൽ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ഈ ഒരു മദർ ചോദിക്കുകയാണ്, നീ അപ്പം മരിച്ചില്ലേ? ഇപ്പൊ ചന്ദ്ര പറയാണ്, മദർ നിങ്ങൾക്കൊരു കാര്യം
കാര്യം അറിയോ, എന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാൽ ചോദിക്കാൻ എന്റെ കൂടെ ആളുണ്ട്. ഇത് പറഞ്ഞപ്പോ ചന്ദ്രയുടെ തൊട്ട് പിന്നിൽ ചുടലേമ്മ വന്ന് നിൽക്കുകയാണ് കേട്ടോ. മാത്രല്ല അതേ നേരം ഈ മദർ ചന്ദ്രയെ കുത്താൻ നോക്കുന്ന സമയത്ത് കത്തി അത് മുന്നോട്ടേക്ക് വരുന്നില്ല. ഏതോ ഒരു അദൃശ്യ ശക്തി അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കത്തി ഇപ്പൊ നേരെ വരുന്നത് ഈ മദറിന്റെ മുഖത്തേക്കാണ്. പയ്യെ വന്നു 4-5 തവണ അവര് സ്വയം അവരുടെ മുഖത്ത് കത്തിവെച്ച് കുത്തുകയാണ്. അതായത് ആ ചുടലയമ്മ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അധികം വൈകാതെ നിലവിളിച്ച് കാറി കരഞ്ഞുകൊണ്ട് തന്നെ മദർ അവിടെ വെച്ച് മരിച്ചു വീഴാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് സായും അതുപോലെ തന്നെ കുമോണും ബാക്കിയുള്ള പിള്ളേരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ വന്നു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന മദറിനെ കാണുകയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന സമയത്ത് കുമോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയൽ യാദൃശികമായിട്ട് കാണുകയാണ് കേട്ടോ. അത് വായിച്ചു നോക്കിയപ്പോ കുമോണും പിന്നീട് അത് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്തപ്പോ എല്ലാവരും ശരിക്കും ഷോക്കിംഗ് ആയി പോയി. എന്താ അറിയോ, ആ ഫയലിലുണ്ടായിരുന്നത് ഈ ജയിലിലുണ്ടായിരുന്ന, അതായത് ഇത് ജയിലല്ല, ഈ പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ ജുവനൈൽ ഹോമിലൊക്കെ കൊണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. സോ ഇവിടെ പൂട്ടി വെച്ചിരിക്കുന്ന ഈ കുമോൺ അടക്കം സായി അടക്കം ഒരുപാട് പേരെ നേരത്തെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്നും ഓർഡർ വന്നിട്ടുണ്ട്. എന്നാൽ ആ കാര്യം ഇവരോട് പറയാതെ ഇവർ ഇവിടെ വെച്ച് അടിമകളെ പോലെ നോക്കുമായിരുന്നു ഈ ഒരു മദർ. എന്തിനാണെന്നല്ലേ, അവർക്ക് അങ്ങനെ ഒരു ലഹരിയാണ്. ഈ പിള്ളേരെല്ലാം അടിമകളെ പോലെ അവരുടെ കീഴിൽ വേണം, അധികാരത്തിന്റെ ആ ഒരു ലഹരിയെ. ആ ഫയൽ കണ്ടപ്പോൾ മദർ എത്രത്തോളം ദുഷ്ടയാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ മരിച്ചതിൽ ആർക്കും ഒരു വിഷമവുമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനായിട്ട് ഇവിടുന്ന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ചന്ദ്രയെ എങ്ങനെയെങ്കിലും ചുടലമ്മയിൽ നിന്നും പിരിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അന്ന് സായി ചന്ദ്രയുടെ ബാഗ് തപ്പിയ സമയത്ത് ഒരു ചെറിയ മരപ്പാവയെ കിട്ടിയായിരുന്നല്ലോ. അതിന്റെ ഉടലിൽ നിന്നും തല പിഴുതെടുത്ത് ആ ഉടൽ നശിപ്പിച്ചു കളയണം. അതിനുവേണ്ടി തന്നെ ആ ഉടൽ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഭയങ്കര ഉറപ്പ്. കല്ല് വെച്ച് കുത്തി നോക്കിയിട്ടും സാധനം കിട്ടുന്നില്ല. കത്തിക്കാൻ നോക്കി, എന്നിട്ട് കത്തുന്നുമില്ല. ഇതേ നേരം തന്നെ വല്ലാത്തൊരു കാറ്റും മഴയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചന്ദ്ര ഉണ്ടല്ലോ ഒറ്റയ്ക്ക് നിരനെ കാണാനായിട്ട് ആ ലൈറ്റ് ഹൗസിലേക്ക് പോവാണ്. നിരനാണെങ്കിൽ ആ ഒരു പഴയ റേഡിയോ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചന്ദ്ര ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ബോട്ട് വരണ്ടേ. സോ ബോട്ട് അയക്കാൻ വേണ്ടി ടൗണിലുള്ള ആരെങ്കിലുമായിട്ടൊന്ന് കണക്ട് ആവാൻ വേണ്ടി ഈ പഴയ റേഡിയോ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ആ നേരത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അവളുടെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പൊ ചന്ദ്ര നിരനോട് പറയാണ്, കണ്ടോ സായും അവളുടെ കൂട്ടുകാരിയും കൂടെ വീണ്ടും എന്നെ ഉപദ്രവിച്ചു, ഇതൊന്ന് മുറിവ് കെട്ടിത്തരുമെന്ന് ചോദിക്കുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിരൻ ഒരു തുണിയുടെ കഷ്ണം വേഗം തന്നെ എടുത്ത് കെട്ടിക്കൊടുക്കണം. ആ നേരത്താണ് കണ്ണാടിയിൽ ഒരു പ്രതിബിംബം നിരൻ കാണുന്നത്. അതായത് നമ്മുടെ ചന്ദ്രയുടെ പിന്നിലായിട്ട് അവളുടെ തോളിൽ കൈവച്ചിരിക്കുന്ന ആ ഒരു ചുടലയമ്മ. അതോടുകൂടിയിട്ട് നിരന് മനസ്സിലായി സായി പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് നിരൻ അവിടെ നിന്ന് ഇറങ്ങാണ്. നേരെ പോകുന്നത് സായിയുടെ അടുത്തേക്കാണ്. നിരന്റെ വെപ്രാളം കണ്ടപ്പോ തന്നെ സായി ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന്. അപ്പൊ സായിയുടെ നിരൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നീ പറഞ്ഞത് സത്യമാണെന്ന്, ഞാനത് കണ്ടു എന്ന് പറയാണ്. അല്ല അപ്പൊ അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിരൻ പറയാണ്, ഞാൻ അവളെ പുറത്തിറങ്ങാതിരിക്കാൻ ആ ലൈറ്റ് ഹൗസിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. എന്നാൽ അധികം വൈകിയില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്ര വരികയാണ്. ചന്ദ്ര ഇപ്പൊ നിരനെ നോക്കിയിട്ട് പറയണു, ഓഹോ അപ്പൊ നീയും എന്നെ ചതിക്കുകയാണല്ലേ, എന്നെ കൊല്ലാൻ നോക്കി ഇവരുടെ കൂടെ നീയും കൂടെ കൂടുകയാണല്ലേ, ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഈ രാത്രിയിൽ ഇവിടെ വെച്ച് ഞാൻ കൊന്നു കൊല വിളിക്കുന്നു പറയാണ്. ഇത് കേട്ട സമയത്ത് കുറച്ച് ശാന്തമായിട്ട് സംസാരിക്കുന്നത് നിരനാണ്. ചന്ദ്ര ഒന്നും ചെയ്യരുത്, നീ ശാന്താവണം, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോണ്ടേന്ന് ചോദിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ് ഭയം കാരണം ഒരു ബോട്ടിലെടുത്ത് ചന്ദ്രയുടെ തലക്കിട്ടെറിയാണ്. ആ കുപ്പി പൊട്ടുകയാണ്. ചന്ദ്രയുടെ തലയിൽ മുറിയായി രക്തം വരുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അധികം വൈകാതെ ചുടലേമ്മ വരികയാണ്. ഒരു എട്ടുകാലിയെ പോലെ മുകളിലൂടെ വന്ന് ആ കുപ്പി എറിഞ്ഞ പെണ്ണിനെ മാത്രം തിരഞ്ഞെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ തല രണ്ടായി മുറിച്ചെടുത്ത് ഇവരുടെ മുന്നിലിടുകയാണ്. ഇത് കണ്ട് ഭയന്ന് വിറച്ച എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതേ നേരം തന്നെ കറണ്ട് ഓഫ് ആയിട്ടുണ്ട്. ഫുൾ ഇരുട്ടാണ്. ഇപ്പൊ നിരന്റെ കൂടെയാണ് സായി ഉള്ളത്. കറണ്ട് പോയതുകൊണ്ട് തന്നെ സായിയോട് തൽക്കാലം ഒരു റൂം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അത് കാണിച്ച് അവിടെ നിന്നോ, ഞാൻ ആ ഒരു ജനറേറ്റർ ഓണാക്കി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നിരൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ നിരൻ കയറാൻ പറഞ്ഞ ആ റൂമിൽ ഓൾറെഡി മറ്റൊരാളൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചന്ദ്രയോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചിരുന്ന കുമോണായിരുന്നു അത്. സോ രണ്ടുപേരും ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അവരെ തേടിക്കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്രയെ കണ്ട പാട് തന്നെ രണ്ടുപേരും പേടിച്ച് കൈയും കാലും വരച്ച് നിൽക്കുക. അതായത് കൊന്നു കൊല വിളിക്കുന്നു പറഞ്ഞിട്ടാണ് അവള് വന്നിരിക്കുന്നത്. എന്നാൽ ചന്ദ്രയെ കണ്ടപാട് തന്നെ വേഗം അവളുടെ അടുത്തേക്ക് പോയിട്ട് കുമോൺ പറയാണ്, ചന്ദ്ര നിനക്ക് എന്നെ ഓർമ്മയില്ലേ, ഇവള് രണ്ടുപേരും അതായത് സായും നോച്ചൊക്കെ നിന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് നിന്റെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറയാണ്. പിന്നീട് കുമോൺ പതിയെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഗ്യാപ്പിന് ചന്ദ്ര കത്തിയുമായിട്ട് നേരെ സായിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ സായി എങ്ങനെയൊക്കെയോ അവളെ തള്ളിയിടുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുകയോ ചുടലമ്മ സായിയെ പിടിച്ച് ഒരേറ്റ ഏറെ എറിയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവളെ കുത്തി കൊല്ലാനായിട്ട് ചന്ദ്ര വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ നിരഞ്ഞെത്തുകയാണ്. നിരൻ പറയാണ്, ചന്ദ്ര ഒന്ന് നിർത്ത് നിന്റെ ഈ ഒരു പ്രാന്ത്, മതിയാക്ക്, എത്ര പേരെ ഈ കൊല്ലുന്നത്, ഇനി എത്ര പേരെ നിനക്ക് കൊല്ലണം, ഒന്ന് നിർത്തുന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ചന്ദ്രയ്ക്ക് ആകെ മാനസിക നില തെറ്റിപ്പോവാണ്. ഓഹോ അപ്പോ നീയും ഇവരുടെ കൂടെ കൂടിയല്ലേ, ഞാൻ വിചാരിച്ചു നിനക്കെങ്കിലും ഒരു നല്ല മനസ്സുണ്ടാവുമെന്ന്. ഇല്ലടാ, നീയും ഇവരെ പോലെ തന്നെ പിശാചാണ്, നിന്നോടും ഇനി ഞാൻ കരുണ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് നിരനെ അവൾ അവിടെ വെച്ച് കുത്തി കൊന്നുകളയാണ്. അതായത് ചന്ദ്രയുടെ ഉള്ളിൽ കുറേയൊക്കെ നന്മകൾ ഉണ്ടായിരുന്നു, ആ നന്മയുടെ ഒരു അംശം പോലും ഇപ്പൊ ഇല്ലാട്ടോ. ഇതിനുശേഷം കൊല്ലാൻ നോക്കുന്നത് സായിയാണ്. എന്നാൽ സായി അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ഒരാളല്ല. മരിക്കാതിരിക്കാനായിട്ട് പരമാവധി തന്നെ സായി നോക്കുന്നുണ്ട്. ഈ നേരത്താണ് രണ്ടുപേരും കൂടെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നത്. അപ്പൊ തന്നെ രണ്ടിന്റെയും ബോധം പോയി.
പിറ്റേ ദിവസം രാവിലെ ആയിട്ട് സായി കണ്ണ് തുറന്നു നോക്കുമ്പോൾ ചന്ദ്രയെ അവിടെ എവിടെയും കാണാനില്ല. ഇത് തന്നെ രക്ഷപ്പെടാനുള്ള സമയം എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഓടാൻ നോക്കുമ്പോൾ ഒരു കല്ലെടുത്ത് അവളുടെ തലയ്ക്ക് തന്നെ ചന്ദ്ര എറിയുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവളെ പിടിക്കുകയാണ്. അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നീ കരുതേണ്ട സായി. പിന്നീട് അവർ രണ്ടുപേരും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ഒരു കുപ്പിയുടെ കഷ്ണം കിട്ടി. അത് വെച്ച് ചന്ദ്രയെ കുത്തിക്കൊല്ലാനായിട്ട് സായി നിൽക്കുമ്പോൾ ഇപ്പൊ ചന്ദ്ര പറയണ്, കൊല്ല്, എനിക്ക് അത് തന്നെയാ വേണ്ടത്, ഈ ജീവിതം എനിക്ക് മടുത്ത്, നീ എന്നെ കൊല്ലടി. എന്നാൽ സായി അപ്പൊ ചന്ദ്രയെ കുത്തുന്നില്ല കേട്ടോ. കാരണം അവളൊരു കാര്യം കണ്ടായിരുന്നു. അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന ചെറിയൊരു കപ്പല്, അതിൽ നിറയെ ഓഫീസേഴ്സ് ആണ്. ഇപ്പൊ സായി ചന്ദ്രയോട് പറയാണ്, നിന്നെ കൊന്ന് എനിക്കിനി ജയിലിൽ പോയി കിടക്കണ്ട, അനുഭവിക്കാനുള്ളത് മുഴുവൻ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോകണം, നല്ല രീതിയിൽ ജീവിക്കണം. പക്ഷെ ചന്ദ്ര, നീ പെട്ടുകഴിഞ്ഞു, ഇത്രയും പേരെ നീ കൊന്നതല്ലേ, പ്രേതം കൊന്നതാന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ വരുന്ന പോലീസുകാർ എന്തായാലും നിന്നെ അറസ്റ്റ് ചെയ്യും, നിന്റെ ജീവിതം ഇതോടെ കഴിഞ്ഞു, ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് സായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ചന്ദ്ര എഴുന്നേറ്റ് അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, സായി നിക്കവിടെ, തുടക്കം മുതലേ ഞാൻ ശ്രമിച്ചിരുന്നത് എന്റെ അമ്മയുടെ കയ്യിൽ നിന്നും നിങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്താനാണ്. പക്ഷേ നിങ്ങളായിട്ട് തന്നെ മരണം ഇരന്നു വാങ്ങുമായിരുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ അന്നൊരു ദയ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സായി, എനിക്ക് നിന്നോടുമില്ല ബാക്കിയുള്ള ആരോടും ഒരു ദയയുമില്ല, നിനക്കുള്ള പണി ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വേറൊന്നും ചെയ്യുന്നില്ല. ആ കുപ്പിയുടെ കഷ്ണം എടുത്ത് അവൾ സ്വയം കഴുത്തിലേക്ക് കുത്തുകയാണ്. രക്തം പോയി പെടഞ്ഞുകൊണ്ട് അവൾ മരിക്കാൻ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ചന്ദ്രയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആ ഒരു ചുടലമ്മ അവളെ വന്ന് പിടിക്കുകയാണ്. മോള് പേടിക്കേണ്ട കേട്ടോ, എന്റെ കൂടെ വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ ചുടലയമ്മ അവരുടെ ലോകത്തിലേക്ക് ചന്ദ്രയെ കൊണ്ടുപോവാണ്. എന്നാൽ പെട്ടെന്ന് ചന്ദ്ര ഇങ്ങനെ ചെയ്യുന്ന സായി ഒട്ടും പ്രതീക്ഷയില്ല. അവൾ ആ ഒരു ഷോക്കിൽ അവിടെ ആകെ ഇരുന്നു പോയി. അപ്പോഴേക്കും പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ഹൗസിൽ നിന്നും നിരന്റെ ബോഡി അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയ കൂടെ സെർച്ച് ചെയ്ത സമയത്ത് വേറെയും കുറച്ച് പെൺകുട്ടികൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ബോഡി പോലീസ് റിക്കവർ ചെയ്യാണ്. എല്ലാവരുടെയും ദേഹത്ത് വളരെ ഷാർപ്പായിട്ടുള്ള കത്തി കുത്തി കയറിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പോലീസുകാർ നോക്കുന്ന സമയത്ത് സായിയുടെ കയ്യിൽ ദാണ്ടെ ഒരു കത്തി. സായി ആകെ ഞെട്ടിപ്പോയി, ഇതിപ്പോ എങ്ങനെ എന്റെ കയ്യിൽ വന്നത്? എന്തായാലും അതോട് കൂടിയിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ് ഇവള് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരെയും കൊന്നത്. സോ അധികം വൈകാതെ അവളെ അറസ്റ്റ് ചെയ്യാൻ പറയാണ്. ഇതേ നേരം ജീവനോടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ കൂട്ടത്തിൽ കുമോണും ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ വെച്ച് സായി കരയാൻ തുടങ്ങുകയാണ്. സാറേ, ഇവരോട് ചോദിച്ചു നോക്ക്, ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇവിടെ ചന്ദ്ര എന്ന് പേരുള്ള മറ്റൊരു പെണ്ണുണ്ടായിരുന്നു, അവളുടെ കൂടെ ഒരു പ്രേതം, അതായത് ഒരു ചുടലയമ്മയുണ്ട്, അവരാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടാ പോലീസുകാർ വിശ്വസിക്കോ? ഇപ്പൊ ബാക്കിയുള്ള പെൺകുട്ടികളോട് ചോദിച്ചു നോക്കുന്ന സായി പറയുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇപ്പൊ കുമോന്റെ അടുത്തേക്ക് വന്നിട്ട് സായി പറയണ, കുമോണ നീയെങ്കിലും ഒന്ന് പറ ഇതൊക്കെ ചെയ്തത് ചന്ദ്രയാണെന്ന്. എന്നാൽ സായിയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കുമോൺ പറയണ, സാറേ എല്ലാം ചെയ്തത് ഇതാ ഇവള് തന്നെയാണ്, ഞങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടയാന്ന് പറയാണ്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളും ഒന്നും മിണ്ടാതെ, അതായത് കുമോൺ പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിൽ മൂളുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും സായിക്കെതിരെ ഇങ്ങനെ സാക്ഷി പറയുന്നത്? കാരണം ഇവിടെ വന്നത് മുതൽ ഇവരെ എല്ലാവരും സായി നന്നായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ചന്ദ്രയോടും അതുപോലെ തന്നെ അവളുടെ കൂടെയുള്ള ചുടലമ്മയോടുള്ള ആ ഒരു ഭയം, അതുകൊണ്ട് ഇവരാരും സത്യം പറയുന്നില്ല. പോലീസുകാർ വിചാരിക്കുന്നത് ഇവിടെ നടന്ന എല്ലാ കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത് അത് ഈ സായി തന്നെയാണ്. അതുകൊണ്ട് അവിടെ വെച്ച് പോലീസുകാർ സായി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് കാലം അവൾ ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നീട് എല്ലാവരും ഇവിടുന്ന് പോകുന്ന സമയത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വീണുപോയ ആ ഒരു ചെറിയ പാവ ആ തീരത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുമോൺ കാണുന്നുണ്ട്. അത് ആ വെള്ളത്തിലും മണലിലും അവള് ചവിട്ടി താഴ്ത്തുന്നുണ്ട്. കാരണം ഇതൊന്നും മറ്റാരും അറിയാതിരിക്കാനായിട്ട്. എല്ലാവരുടെയും കണ്ണിൽ ഈ കൊലപാതകം ചെയ്തത് സായി തന്നെയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കുമോണും വിചാരിക്കുക. അതുപോലെ ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവളുടെ യാതൊരു വിവരം ഇവിടെ വെച്ച് പോലീസുകാർക്ക് കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, അന്ന് ആ ഒരു മദറിനെ കൊന്നപാട് തന്നെ ചന്ദ്രയെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ ഫയലുകളും അത് അവളെടുത്ത് കത്തിച്ച് കളഞ്ഞായിരുന്നു. അതായത് അവൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഇപ്പൊ നിലവിലില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു നായകൻ, നായകി, ഹീറോ, ഹീറോയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരുമാതിരി ഒരു ഗ്രേ ഷെയ്ഡാണ്. പിന്നെ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയത് നിരനെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ പറയാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.